നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖേന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി. 4 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിന്റെ വരവിൽ വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യക്കുള്ളത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സാമ്പത്തിക ബന്ധങ്ങൾക്ക് ഊന്നൽ നൽകുന്ന ചർച്ചകളും കരാറുകളും ഉണ്ടാകും. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പരിഹാരം കാണണമെന്നുമുള്ള ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനെ അറിയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധം, സൈനികേതര ഊർജ്ജം, വ്യാപാരം തുടങ്ങിയ രംഗങ്ങളിൽ പരസ്പര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ധാരണകൾ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. കൂടുതൽ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം, സുഖോയ് 57 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ വാങ്ങുന്നതിനെക്കുറിച്ചും ചർച്ചകൾ ഉണ്ടാകും. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നതിനായി ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയും ചർച്ചയാകും. 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി നേരിട്ടുള്ള ചർച്ചകൾ നടത്തി ലെബനനും ഇസ്രായേലും. ലെബനനിലെ നഗൂറയിലുള്ള UN സമാധാന സേനയുടെ ആസ്ഥാനത്താണ് യോഗം നടന്നത്. യോഗത്തിൽ ലെബനിലേക്കുള്ള US പ്രത്യേക പ്രതിനിധി മോർഗൻ ഓർട്ടാഗസും പങ്കെടുത്തിരുന്നു. ഇസ്രായേലിനും ലെബനനുമിടയിൽ പുതിയൊരു ബന്ധത്തിനും സാമ്പത്തിക സഹകരണത്തിനും അടിത്തറ സൃഷ്ടിക്കുന്നതിനുള്ള പ്രാരംഭ ശ്രമമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചത്. എന്നിരുന്നാലും ലെബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇതിനെ എതിർക്കുകയുണ്ടായി. തന്റെ രാജ്യം ഇസ്രായേലുമായുള്ള നയതന്ത്ര സാധാരണവൽക്കരണത്തിലോ സാമ്പത്തിക ബന്ധത്തിലോ അകലെയാണെന്നാണ് നവാഫ് സലാം പറയുന്നത്. 1948 മുതൽ ലെബനനും ഇസ്രായേലും സാങ്കേതികമായി യുദ്ധത്തിലാണെങ്കിലും പുതിയ ചർച്ചകൾ കഴിഞ്ഞ വർഷത്തെ വെടിനിർത്തൽ നടപ്പിലാക്കുക എന്നതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ശത്രുത അവസാനിപ്പിക്കൽ, ലെബനൻ ബന്ദികളെ മോചിപ്പിക്കൽ, ലെബനൻ പ്രദേശത്തു നിന്നും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കൽ എന്നിവ മാത്രമാണ് ഈ ചർച്ചയുടെ ലക്ഷ്യമെന്നും സലാം വ്യക്തമാക്കി. ഹിസ്ബുള്ള ഭീകര സംഘടനയെ നിരായുധീകരിക്കുന്നത് ലെബനൻ സർക്കാർ പുരോഗതി കൈവരിച്ചില്ല എങ്കിൽ ഇസ്രായേൽ സൈന്യം ഒരു വലിയ സൈനിക ഓപ്പറേഷനിലേക്ക് നീങ്ങുമെന്ന് ഇസ്രായേലി US ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ലെബനൻ കൂടിക്കാഴ്ച നടന്നത്. അതേസമയം ഹിസ്ബുള്ളയുടെ നിരായുധീകരണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്ന പ്രതിരോധ സാങ്കേതികവിദ്യ ഇന്ത്യൻ സൈന്യത്തിനും ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നതായി റിപ്പോർട്ട്. കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സിസ്റ്റമായ അർബൽ ആണ് ഇന്ത്യയിലേക്ക് എത്താൻ പോകുന്നത്. ഇസ്രായേൽ വെപ്പൺസ് ഇൻഡസ്ട്രീസും ഇന്ത്യൻ കമ്പനിയായ അദാനി ഡിഫൻസും ചേർന്ന് വികസിപ്പിച്ചതാണ് അർബൽ. യുദ്ധകളത്തിൽ തോക്കുകളുടെ ലക്ഷ്യങ്ങൾ ഭേദിക്കുന്നതിനുള്ള കൃത്യതയും ക്ഷമതയും വർദ്ധിപ്പിക്കുവാൻ അർബൽ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ നടത്തിയ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ തോക്കുകളിൽ അർബൽ സംവിധാനം ഉപയോഗിച്ചിരുന്നു. സൈന്യം ഉപയോഗിക്കുന്ന ഏത് ചെറിയ തോക്കുകളായും ബന്ധിപ്പിക്കാൻ കഴിയുന്നവയാണ് അർബൽ എന്നതാണ് ഇതിന്റെ പ്രധാന സവിശേഷത. സൈനികർക്ക് പോരാട്ട സാഹചര്യങ്ങളിൽ അവരുടെ ലക്ഷ്യം ഭേദിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. ഈ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് ഇസ്രായേൽ വെപ്പൺസ് ഇൻഡസ്ട്രിയുമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് കമ്പനിയുടെ CEO ഷുക്കി ഷ്വാർട്സ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാക് സൈനിക മേധാവി അസീം മുനീർ ഇന്ത്യക്കെതിരെ യുദ്ധം ആഗ്രഹിക്കുന്ന റാഡിക്കലൈസ്ഡ് ഇസ്ലാമിസ്റ്റ് ആണെന്ന് ആരോപണവുമായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സഹോദരി അലീമ ഖാൻ. ഇമ്രാൻഖാൻ അയൽ രാജ്യവുമായി ചങ്ങത്തം കൂടാൻ ശ്രമിച്ചപ്പോൾ അസീം മുനീർ ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അലീമ പറഞ്ഞു. പാകിസ്ഥാനിലെ ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സായ അസീം മുനീറിനെ റാഡിക്കലൈസ്ഡ് ഇസ്ലാമിസ്റ്റ് എന്നും ഇസ്ലാമിക് കൺസർവേറ്റീവ് എന്നുമാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അലീമ വിശേഷിപ്പിച്ചത്. മെയിൽ ഇന്ത്യയുമായി ഉണ്ടായ യുദ്ധത്തെക്കുറിച്ചുള്ള കാരണം ചോദിക്കുമ്പോഴായിരുന്നു അലിമയുടെ ഈ രൂക്ഷമായ പ്രതികരണം. ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പരാമർശവുമായി ബംഗ്ലാദേശിലെ മുൻ ആർമി ജനറൽ. ഇന്ത്യ കഷണങ്ങളായി ഉടയും വരെ ബംഗ്ലാദേശിന് പൂർണ്ണമായ സമാധാനം ഉണ്ടാവില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമി മുൻ മേധാവി ഗുലാം ആസമിന്റെ മകൻ റിട്ടയർഡ് ബ്രിഗേഡിയർ ജനറൽ അബ്ദുള്ളഹീൽ അമാൻ അസ്മി പറഞ്ഞു. ധാക്കയിലെ നാഷണൽ പ്രസ് ക്ലബിൽ നടന്ന പരിപാടിയിലായിരുന്നു പരാമർശം. ഇന്ത്യ കഷണങ്ങളായി ഉടയും വരെ ബംഗ്ലാദേശിന് പൂർണ്ണ സമാധാനം ഉണ്ടാകില്ല. ഇന്ത്യ എപ്പോഴും ബംഗ്ലാദേശിൽ അസ്വസ്ഥത നിലനിർത്തുന്നു. 1975 മുതൽ 1996 വരെ തെക്ക് കിഴക്കൻ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചതിൽ ഇന്ത്യക്ക് പങ്കുണ്ട്. സായുധ വിഭാഗമായിരുന്ന ശാന്തി ബഹിനിയെ ഇന്ത്യ സംരക്ഷിക്കുകയും ആയുധങ്ങളും പരിശീലനം നൽകുകയും ചെയ്തു. ഇത് 1975 മുതൽ 1996 വരെ മേഖലയിൽ രക്തച്ചൊരിച്ചിലിന് കാരണമായി. 1997 ഒപ്പുവെച്ച ചിറ്റഗോങ് ഹിൽ ട്രാക്സ് സമാധാന ഉടമ്പടിയുടെ ഭാഗമായി ശാന്തി ബഹിനി ആയുധങ്ങൾ ഉപേക്ഷിച്ചത് പ്രദർശനത്തിന് മാത്രമായിരുന്നുവെന്നും മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ആരോപിച്ചു.
നിർമ്മിത ബുദ്ധി രംഗത്തെ മത്സരം ബഹിരാകാശത്തേക്കും നീളുന്നതായി റിപ്പോർട്ട്. പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഓർബിറ്റൽ ഡാറ്റാ സെന്ററുകൾ 2027 തുറക്കുമെന്നാണ് ഗൂഗിളിന്റെ പ്രഖ്യാപനം. സൗരോർജ്ജം AI-ക്ക് ഇന്ധനമാക്കാനും ഭൂമിയുടെ പാരിസ്ഥിതിക സമ്മർദ്ദം കുറയ്ക്കുവാനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പ്രൊജക്ട് സൺബാത്തർ എന്ന പദ്ധതിയിലൂടെ AI-യുടെ വൻതോതിലുള്ള ഊർജ്ജോപയോഗം അടക്കമുള്ള ആശങ്കകൾ പരിഹരിക്കാൻ കഴിയുമെന്നും മെഷീൻ ലേണിംഗ് ഭൂമിക്കപ്പുറത്തേക്ക് വികസിപ്പിക്കാൻ സാധിക്കുമെന്നുമാണ് ഗൂഗിൾ വിലയിരുത്തുന്നത്. വെൽ ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.